ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള MP സംഘമാണ് കാശ്മീർ സന്ദർശിച്ചത്. പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ, റഹീം, സു വെങ്കടേശൻ, വികാസ് രഞ്ജൻ ഭട്ടാചാരി, അതുപോലെ തന്നെ അമർ റാം എന്നിവരുണ്ടായിരുന്നു. കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ കാശ്മീരി ജനതയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ച് പഹൽഗാമിന് ശേഷം 10,000-കണക്കിന് ആൾക്കാർക്ക് തൊഴിലില്ല. അതായത് ഞങ്ങളുടെ ഒരു നിഗമനപ്രകാരം ഈ കോവർക്കഴുതയിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ ഒരു 10,000-15,000 പേര്. അവർക്കൊന്നും ഒരു ജോലിയില്ല. ടാക്സി ഡ്രൈവർമാർ ആർക്കും ഒരു ജോലിയില്ല. ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു. ബുക്കിംഗ് എല്ലാം ക്യാൻസലാക്കിയിരിക്കുകയാണ്. അപ്പം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കാശ്മീർ ജനത കടന്നു പോകുന്നത്. പിന്നീട് ഈ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റുള്ള ആൾക്കാർ, മരിച്ച ആൾക്കാർ, അവിടെ കുടുംബങ്ങൾ, അവരുടെ വീടുകൾ തകർന്നത്, ഒരു വീട് തകർന്ന വീടിനൊക്കെ ഒരു 1.5 ലക്ഷം രൂപയ്ക്കുള്ളൊന്നും കൊടുക്കുന്നില്ല. അപ്പം എങ്ങനെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു ആശങ്കയിലാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം പോയി. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കാശ്മീരിലെ വിവിധ നേതാക്കളുമായിട്ട് സംസാരിച്ചു. അതിൽ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിട്ട് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുമായിട്ട് ദീർഘനേരം സംസാരിച്ചു. അപ്പോൾ കാശ്മീർ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട ഒരു ഘട്ടമാണിത്. അപ്പോൾ കാശ്മീർ ജനതയുടെ വിഷമങ്ങളും അവരുടെ സങ്കടങ്ങളും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. മലയാളികൾക്ക് വേണ്ടപ്പെട്ട പലരെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മുസഫർ എന്നൊരാളാണ്. അതാണ് കൊച്ചിയിൽ രക്തസാക്ഷിയായിട്ടുള്ള നമ്മുടെ രാമചന്ദ്രൻ്റെ മകൾ ആതിര പറഞ്ഞ കാശ്മീരിൽ തനിക്ക് കിട്ടിയ സഹോദരൻ എന്ന് പറഞ്ഞ മുസഫർ, അവിടുത്തെ ടാക്സി ഡ്രൈവർ. അതുപോലെ തന്നെ തൻ്റെ ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തീവ്രവാദികളിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച് തീവ്രവാദികൾ കൊന്ന ഒരു പോണിവാല ആദിലിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷിയായിട്ടുള്ള ആദിലിൻ്റെ ബാപ്പ വന്നിരുന്നു. അതുപോലെ തന്നെ മറ്റ് അമ്മയും കുടുംബാംഗങ്ങളെല്ലാം എത്തിയിരുന്നു. അപ്പം വിവിധ വിഭാഗം ജനങ്ങളുമായിട്ട് ഞങ്ങൾ സംവദിച്ചു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാശ്മീർ ജനതയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സോളിസിറ്റർ ജനറലിലൂടെ വാക്ക് കൊടുത്തെങ്കിൽ പോലും ഇതുവരെ ആ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല. അവിടെ നടക്കുന്ന നിർണായക സുരക്ഷാ യോഗങ്ങളിൽ പോലും മുഖ്യമന്ത്രിക്ക് പോലും സാന്നിധ്യമില്ല. ഒമർ അബ്ദുള്ളയ്ക്ക് പോലും ക്ഷണമില്ല. എങ്ങനെ ഒരു സംസ്ഥാനം മുമ്പോട്ട് പോകും? ആ ജനത എങ്ങനെ മുമ്പോട്ട് പോകും? ഇതും പ്രധാനപ്പെട്ട ഒരു സമസ്യയാണ്. ഈ ഔട്ട്റീച്ചിനെ കുറിച്ചൊക്കെ പ്രധാനമന്ത്രി വിശദമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തുമ്പോൾ നമ്മുടെ തന്നെ രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടി എടുത്തു എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായി വന്ന പ്രതിപക്ഷ അംഗങ്ങളോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇനി അവരെല്ലാം ദൗത്യം കഴിഞ്ഞ് മടങ്ങിയെത്തി ഇനി ഈ രാജ്യത്തിൻ്റെ സമസ്യകളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിൽ അവർ കൂടി ഭാഗമാക്കാണ്.